Download now. CC Learning app. Hi all, welcome to CC Bank and Chikubon Philip. അപ്പോൾ നമുക്കറിയാം ഏപ്രിൽ 25-ന് ജൂനിയർ അക്കൗണ്ടന്റിന്റെ പരീക്ഷ നടക്കുന്നു. അതുപോലെ തന്നെ ഏപ്രിൽ 26-ാം തീയതി CCB ക്ലർക്ക് ക്യാഷർ എക്സാമുകൾ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വെടിക്ക് രണ്ടു പക്ഷി. ഈ രണ്ട് എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാം എഴുതുന്നവരും അതുപോലെ തന്നെ CSEBയുടെ ക്ലർക്ക് ക്യാഷർ എക്സാം എഴുതുന്നവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. സെയിൽസ് റിട്ടേൺ ആർ 25,000, sales are 1,25,000, net purchase 84,000 and gross profit rupees 21,000. Then the cost of goods sold will be. എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 84,000, ഓപ്ഷൻ ബി 64,000, ഓപ്ഷൻ സി 79,000, ഓപ്ഷൻ ഡി 92,000. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നെറ്റ് സെയിൽസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അല്ലേ? നെറ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് 1,25,000 നിന്നും 25,000 രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 1 lakh rupees ആണ് നമ്മുടെ സെയിൽ. 1,00,000 രൂപയാണ് നമ്മുടെ സെയില്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 1,00,000-ൽ നിന്നും നമുക്ക് കിട്ടിയ ലാഭം, സെയിൽസിന്റെ 1,00,000-ൽ നിന്നും നമുക്ക് കിട്ടിയ ലാഭമായിട്ടുള്ള 21,000 രൂപ, 1,00,000-ൽ നിന്നും 21,000 രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 79,000 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 79,000 ആയിരിക്കും നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാജു ഹാസ് എ ക്യാപിറ്റൽ ഓഫ് rupees 60,000 on 31st December 2024. During the year, he has made a profit of rupees 24,000. If his drawings had amounted to rupees 18,000, his capital on 1st January 2024. എന്താണ്? നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലോസിംഗ് ക്യാപിറ്റൽ എത്രയാണ്? 60,000 ആണ്. ക്ലോസിംഗ് ക്യാപിറ്റൽ 60,000 തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. ഡ്യൂറിംഗ് ദി ഇയർ ഹി ഹാഡ് മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് rupees 24,000. ഈ ഒരു വർഷക്കാലം അയാൾ 24,000 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ അകത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഒരു എമൗണ്ട് നമ്മൾ കുറയ്ക്കണം. പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഇയർ നമ്മൾ കുറയ്ക്കുന്നു. എത്രയാണ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദി ഇയർ? 24,000 രൂപ നമ്മൾ കുറയ്ക്കുന്നു. ഇഫ് ഹിസ് ഡ്രോയിങ്സ് ഹാഡ് rupees 18,000, ഈ 18,000 രൂപ എന്ത് ചെയ്തു? അയാൾ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് എപ്പോഴുണ്ടായിരുന്നു? ഓപ്പണിംഗ് സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു എമൗണ്ട് ആഡ് ചെയ്യണം. ഓക്കെ, 18,000 ആഡ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ 60,000-ൽ നിന്നും 24,000 നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. എത്ര കിട്ടും? അതൊക്കെ 36 എന്ന് കിട്ടും. ഇനി അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 18,000 രൂപ ആഡ് ചെയ്യണം. 18,000 രൂപ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 54,000 രൂപയായിരിക്കും. അപ്പൊ 54,000 ആയിരിക്കും നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ എന്നൊരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 20,000 രൂപയുടെ ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 5% ട്രേഡ് ഡിസ്കൗണ്ടും 2% ക്യാഷ് ഡിസ്കൗണ്ടും ലഭിച്ചിട്ടുണ്ട്. എന്താണ്? 5% ട്രേഡ് ഡിസ്കൗണ്ടും 2% ക്യാഷ് ഡിസ്കൗണ്ടും ലഭിച്ചിട്ടുണ്ട്. ആ വ്യക്തി എത്ര രൂപയായിരിക്കും പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എത്ര രൂപയാണ്? 20,000 രൂപയുടെ എന്ത് ചെയ്തു? ഗുഡ്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ആദ്യമത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? ട്രേഡ് ഡിസ്കൗണ്ട് ആണ്, അല്ലെ? ബൾക്ക് പർച്ചേസ് മേടിക്കുമ്പോൾ, അല്ലെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ഏത്? നമ്മുടെ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 5% നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കണ്ടെത്തണം. 20,000-ന്റെ 5% എന്ത്? ട്രേഡ് ഡിസ്കൗണ്ട്. എത്ര വരും? 1,000 രൂപ വരും, അല്ലെ? 1,000 രൂപ. ഇനി അടുത്തത് എന്താണ്? നമുക്ക് 20,000-ൽ നിന്നും 1,000 രൂപ ട്രേഡ് ഡിസ്കൗണ്ട് പോയി കഴിഞ്ഞിട്ട് ബാക്കി എത്രയുണ്ട്? 19,000 രൂപയുണ്ട്. 19,000 രൂപയുണ്ട്. അപ്പൊ അന്നേരെ തന്നെ അയാൾ പൈസ കൊടുക്കുകയാണ്. അടുത്ത സെക്കൻഡില് തന്നെ പുള്ളി പൈസ കൊടുക്കുകയാണ് ഡിസ്കൗണ്ട് കിട്ടി കഴിഞ്ഞപ്പം. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ആണ് ഇത് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അത് എത്ര ശതമാനമാണ്? 2%. അപ്പൊ 19,000-ന്റെ 2% എന്ത് കിട്ടും? നമ്മുടെ ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെയെങ്കിൽ അദ്ദേഹം എത്ര രൂപയാണ് പേ ചെയ്യേണ്ടതായിട്ട് വരിക? അങ്ങനെയെങ്കിൽ അദ്ദേഹം പേ ചെയ്യേണ്ടത് 18,620 രൂപയായിരിക്കും പേ ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം.
ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് പർച്ചേസ്. നമുക്ക് കുറച്ച് പർട്ടിക്കുലേഴ്സ് വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പർച്ചേസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 58,000 ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ₹60,000 ഉണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ₹8,07,000 ഉണ്ട്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പർച്ചേസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എങ്ങനെ നമുക്ക് പർച്ചേസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഓക്കെ, നമ്മളെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ക്ലോസിംഗ് ക്യാപിറ്റൽ ഉണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 60,000 രൂപയാണ്. 60,000 രൂപയിൽ നിന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? 60,000 രൂപയിൽ നിന്നും നമ്മൾ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കണം. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 58,000 രൂപ കുറയ്ക്കണം. അപ്പൊ എത്രയുണ്ട്? മിച്ചം നമ്മുടെ 2,000 ഉണ്ട്. ഇനി അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 8,07,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 8,07,000 രൂപ. 8,07,000 രൂപ ആഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ആൻസർ ആയിട്ട് എത്ര വരും? 8,09,000 വരും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കൂടെ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആഡ് ചെയ്യും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇവിടെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് 60,000 നിന്നും 58 കുറയ്ക്കുമ്പോൾ 2,000 കിട്ടും. അങ്ങനെ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആഡ് ചെയ്തിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഡാഷ് കൺസെപ്റ്റ് ഗിവ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫോർ എ ഫേം അപ്പാർട്ട് ഫ്രം ദി പേഴ്സൺ ഓർ പേഴ്സൺസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഇറ്റ്. അത് നമ്മുടെ അക്കൗണ്ടിങ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ? എന്താണ് ഈ ഒരു കൺസെപ്റ്റ് പറയുന്നത്? സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫോർ എ ഫേം അപ്പാർട്ട് ഫ്രം ദി പേഴ്സൺ ഓർ പേഴ്സൺസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഇറ്റ്. ഒരു സംശയം വേണ്ട. ഓപ്ഷൻ നോക്കാം. ഗോയിങ് കൺസേൺ ഡിസ്ക്ലോഷർ ഉണ്ട്, മണി മെഷർമെന്റ് ഉണ്ട്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ഗോയിങ് കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബിസിനസ് നിയർ ഫ്യൂച്ചറിലൊന്നും എന്ത് ചെയ്യില്ല, വൈൻഡ് അപ്പ് ചെയ്യില്ല, ദീർഘമായിട്ടുള്ള ആയുസ് ഉണ്ടെന്ന് പറയുന്നതാണ് ഗോയിങ് കൺസേൺ. ഡിസ്ക്ലോഷർ എന്ന് പറയുന്നതാണ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. മണി മെഷർമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? പണത്തിൽ അല്ലെങ്കിൽ പണത്തിന് തത്തുല്യമായ രീതിയിൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്ന ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് പറയുന്നത്. ഇനി ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ് പറയുന്നത് എന്ത്? ഓണറും ബിസിനസ്സും ഒന്നല്ല, മറിച്ച് രണ്ടും രണ്ടാണ്. സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്ന ഓപ്ഷൻ ഡി, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ കറക്റ്റ് ഇക്വേഷൻ? നമുക്ക് കുറച്ച് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ അത് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് മൈനസ് പ്രോഫിറ്റ് എന്ന് ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ ബി, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ലോസ്. ഓപ്ഷൻ സി, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് പ്രോഫിറ്റ്. ഓപ്ഷൻ ഡി, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ക്ലോസിംഗ് ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് മൈനസ് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് പ്രോഫിറ്റ്. അപ്പൊ ഇത് വെച്ച് ഞാനൊരു പ്രോബ്ലം ചെയ്തായിരുന്നു അല്ലെ? ഇതിനു മുന്നേ നമ്മളൊരു പ്രോബ്ലം ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്നും ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ അറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ ഞാൻ പറയുന്നില്ല. എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ബോക്സിൽ അത് ആൻസർ ചെയ്തേക്കുക. അടുത്ത ചോദ്യം നോക്കാം. എക്സസ് ഓഫ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓവർ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്താണ് പറയുന്നത്? ഓപ്പണിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്ലോസിംഗ് ക്യാപിറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ബിസിനസ്സിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രോഫിറ്റ്, ഓപ്ഷൻ ബി ലോസ്, ഓപ്ഷൻ സി അഡീഷണൽ ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി ലെസർ ക്യാപിറ്റൽ. എന്താണ് ചോദ്യം? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓവർ ക്ലോസിംഗ് ക്യാപിറ്റൽ, അതായത് ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടുതലും ക്ലോസിംഗ് ക്യാപിറ്റലിൽ കുറവുമായിട്ടുള്ള അവസ്ഥ. ഈ ഒരു സമയത്ത് എന്താണ് ബിസിനസിന്റെ അത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. എന്തായിരിക്കും? ഇൻ കേസ് പ്രോഫിറ്റ് ആണ് ഉണ്ടായതെങ്കിൽ എന്തായിരുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ കൂടുകയായിരുന്നു ചെയ്യുന്നത്. ഇനി ലോസ് ആണ് സംഭവിച്ചതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഓപ്പണിംഗ് ക്യാപിറ്റലിൽ നിന്നും എന്ത് ചെയ്യും? കുറയും. അടുത്ത അഡീഷണൽ ക്യാപിറ്റൽ ആണെങ്കിൽ എങ്ങനെയാണ്? ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ എന്താണ്? ഓപ്പണിംഗ് ക്യാപിറ്റൽ വീണ്ടും കൂടും, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? കൂടുമായിരുന്നു. ഇനി ലെസർ ക്യാപിറ്റൽ ഡ്രോയിങ്സ് സംഭവിക്കുകയായിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമ്മുടെ ക്യാപിറ്റൽ കുറയുമായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഏത് കേസിലാണ് നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടി നിൽക്കുകയും ക്ലോസിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത്? ഒന്നും സംശയം വേണ്ടതാണ് ഓപ്ഷൻ ബി, ലോസ്. ബിസിനസ്സിൽ ലോസ് സംഭവിക്കുകയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിലാണ് എങ്ങനെ നമ്മുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കൂടി നിൽക്കുകയും അതുപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദി ഇയർ
എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അടുത്തത് ഓപ്ഷൻ ബി, ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് പർച്ചേസ്. ഓപ്ഷൻ സി, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് സെയിൽസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓപ്ഷൻ ഡി, ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ത് ചെയ്യണം? നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. നമ്മൾ ഈ ഒരു കാര്യങ്ങളും പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് 4 ഓപ്ഷനുകളാണ് ഉള്ളത്. ഇതിന്റെ അത് ശരി ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. നമ്മളെ സംബന്ധിച്ച് CACB എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മുൻപിൽ വളരെ വലിയ അവസരങ്ങളാണുള്ളത്. അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുക. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് CCയിൽ 6 മന്തിന്റെയും 3 മന്തിന്റെയും അതുപോലെ തന്നെ എക്സാം ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ബാച്ചുകളെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8921440580 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ CC ലേണിംഗ് ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് കൃത്യമായി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് CC നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. നമ്മുടെ ഫ്രീ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. ആ ഗ്രൂപ്പുകളിൽ കൂടി ജോയിൻ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്